ശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗാഗുൽത്താമലയുടെ മുകളറ്റത്ത് മൂന്നാണികളിൽ മരക്കുരിശിൽ തൂങ്ങിക്കിടന്ന് ഈശോ ജീവൻ ബലിയായി പിതാവിനർപ്പിക്കുന്നതിന് തൊട്ടു മുൻപായി മൊഴിഞ്ഞ 7 മൊഴിമുത്തുകളിൽ ആറാമത്തേത് എല്ലാം പൂർത്തിയായിരിക്കുന്നു. സെയിൻറ്റ് ജോൺ 19:30 രേഖപ്പെടുത്തിയിരിക്കുന്നു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. എനിക്ക് ദാഹിക്കുന്നു എന്ന് ദിവ്യനാഥൻ അരുൾ ചെയ്തു. നീർപ്പഞ്ഞി വിന്നാഗിരിയിൽ മുക്കി ഞാങ്ങണയിൽ വെച്ച് ചുണ്ടോടടുപ്പിച്ച് നൽകി. അത് സ്വീകരിച്ച ശേഷമാണ് മൊഴിയുന്നത്, എല്ലാം പൂർത്തിയായിരിക്കുന്നു. സങ്കീർത്തനം 22 ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഈശോനാഥൻ ആ 22:15 അവസ്ഥയിലാണ് പറയുന്നത്, എനിക്ക് ദാഹിക്കുന്നുവെന്ന്. എൻ്റെ നാവ് അണ്ണാക്കിലൊട്ടിയിരിക്കുന്നു എന്നാണല്ലോ സങ്കീർത്തനം 22:15. പിതാവ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് ഈശോനാഥൻ പറയുന്നത്. കുരിശിൽ മരിക്കുന്നവർക്ക് ആദരണീയമായ സംസ്കാരമൊന്നും ലഭിക്കാറില്ല. കുടുംബക്കല്ലറകളിൽ സംസ്കരിക്കാറുമില്ല. അങ്ങനെ സംസ്കരിച്ചാൽ അവിടെ മുമ്പ് സംസ്കരിക്കപ്പെട്ടിരിക്കുന്നവരെല്ലാം അശുദ്ധരാക്കപ്പെടും എന്നായിരുന്നു വിശ്വാസം. വധശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെട്ടവർക്ക് 2 തരത്തിലുള്ള സംസ്കാര ക്രമീകരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടവർക്കായി, മറ്റൊന്ന് തീയിലെറിഞ്ഞ് കൊല്ലപ്പെട്ടവർക്കായി. മറ്റൊരു ക്രമീകരണം എന്ന് പറയുന്നത് ശിരച്ഛേദം വഴി കൊല്ലപ്പെട്ടവർ, കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെട്ടവർ, ഇവർക്കൊക്കെയാണ് ഉണ്ടായിരുന്നത്. കുരിശിൽ മരിക്കുന്നവർക്ക് സംസ്കാര സൗകര്യങ്ങളൊന്നും ഒരു ക്രമീകരണവും ഉണ്ടായിരുന്നില്ല. പക്ഷെ പ്രവചനങ്ങൾ പൂർത്തിയാകണമല്ലോ. അരിമത്തയ്യക്കാരൻ ജോസഫും നിക്കോദേമോസും ഈശോയുടെ രഹസ്യ ശിഷ്യന്മാരായിരുന്നു.